ശ്രമിക്കുക. ആദ്യം അവനവനിൽ വിശ്വസിക്കുക, പിന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കുക, പിന്നെ അതിന്റെ ഫലത്തിലും. ഈ പുസ്തകം ശരിക്കും ഞാൻ ഇന്ന് ഇങ്ങനെ ബുക്ക് ഷെൽഫിലൂടെ പോകുമ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിൽ കയറി പറ്റിയ ഒരു പുസ്തകമാണ്. മറിച്ച് നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ട പേജാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു മോട്ടിവേഷണൽ ബുക്കാണ്, ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്നൊക്കെ പറയാൻ കഴിയുന്ന ആ ഒരു ജേണലിൽപ്പെട്ട ഒരു പുസ്തകമാണ് ഈ യു ക്യാൻ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വന്നത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾ എത്ര പേർക്കാണ് സെൽഫ് ഹെൽപ്പ് ബുക്സ് വർക്കായിട്ടുള്ളത്? അതായത് സീക്രട്ട് പോലെയൊക്കെയുള്ള പുസ്തകങ്ങൾ വായിച്ച് മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ഒരു മൈൻഡിനെ സ്വിച്ച് ഓവർ ചെയ്ത് ആ ഒരു മൈൻഡ് മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലത്തെ പുസ്തകങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വന്നിട്ടുള്ളത്. ഈ പുസ്തകം യു ക്യാൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനാണ്. നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകം ജോർജ് മാത്യു ആഡംസ് ആണ് എഴുതിയിരിക്കുന്നത്. പരിഭാഷ നടത്തിയിരിക്കുന്നത് രാധാകൃഷ്ണ വാര്യർ കെ ആണ്. ഈ പുസ്തകം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത പുസ്തകമാണ്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ പേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് സാധ്യമായവനാരോ അവനാണ് രാജാവ് എന്നുള്ള ഒരു വാചകമാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മറിച്ച് നോക്കുന്ന ഓരോ പേജിലും ഒരു മോട്ടിവേഷൻ പോലുള്ള ഒരു സംഭവം തന്നെയാണ് കാണാൻ കഴിയുന്നത്. എനിക്ക് പെട്ടെന്ന് ആ ഒരു ഞാൻ ആദ്യം പറഞ്ഞ വാചകം വായിച്ചപ്പോൾ തന്നെ ഈ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് തോന്നിയത്. പക്ഷെ മുൻപൊരു സമയത്ത് ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ മലയാളം രഹസ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറെക്കുറെ ഭാഗങ്ങൾ ഞാൻ വായിച്ചു, പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം പകുതിയിലധികം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും അതിൽ പറയുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയത്. അത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് വാങ്ങി അത്രയ്ക്കും ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു പുസ്തകമായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഉള്ളതുപോലെ ഒരു സംഭവം അതിൽ നിന്ന് കിട്ടിയില്ല. പിന്നീട് ഞാൻ ഈ പല സെൽഫ് ഹെൽപ്പ് ബുക്സിനെ കുറിച്ചും തിരയുന്ന സമയത്ത് പലരും പറയുന്നത് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്സ് നമ്മൾ വായിച്ചത് കൊണ്ട് നമുക്കതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പലരുടെയും ഒപ്പീനിയൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾക്ക് അത് വർക്ക് ആകാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പുസ്തകങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു പുസ്തകം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഞാൻ എന്തായാലും ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം എൻ്റെ ഒപ്പീനിയൻ എന്തായാലും പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, താങ്ക് യു.